പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു പ്ലം കേക്കാണ്. നല്ല റിച്ച് ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് പ്ലം കേക്ക് ഉണ്ടാക്കുക? ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടാൽ അത്രയും ടേസ്റ്റ് ആണ് നമ്മുടെ കേക്കിന് ഉണ്ടാവുക. എന്റെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളാണ് മുന്തിരികൾ 2 തരം, കറുത്തതും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുള്ളതും, പിന്നെ കശുവണ്ടി, ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി എനിക്ക് റെഡ് കിട്ടിയിട്ടില്ല. അപ്പൊ റെഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ആഡ് ചെയ്യാം. ഉണക്കിയ ഡേറ്റ്സും. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് നമുക്ക് ഇതിനൊരു മിക്സ് ഉണ്ടാക്കണം. പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ ഒന്ന് മെൽറ്റായി ബ്രൗൺ നിറത്തിലായി വരുമ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്നൊന്ന് കട്ട കുത്തും, അതൊന്ന് വിട്ട് മെൽറ്റായി വീണ്ടും വാട്ടർ രൂപത്തിലാവും. അതുവരെ വെയിറ്റ് ചെയ്യുക. സിറപ്പ് കുറച്ചെടുത്ത് അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. വറ്റി വരുന്ന നേരമാകുമ്പോൾ അതിലേക്ക് 1/4 ഗ്ലാസ് റമ്മ് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇതൊഴിച്ചാലാണ് ക്രിസ്മസ് കേക്കിന് കറക്റ്റ് ടേസ്റ്റ്. ഉണ്ടാക്കാനായിട്ട് ജാതിക്കായ കുരു, ഏലക്കായ, പട്ട, ഗ്രാമ്പു എന്നിവ വേണം. റമ്മ് ഒഴിച്ചതും വറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന സ്പൈസസിന്റെ ഒരു പിഞ്ച് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗീക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ വേണ്ടാത്തവർക്ക് വെജിറ്റബിൾ ഓയിൽ എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ കംപ്ലീറ്റ് മുട്ടയാണ് എടുക്കുന്നത്. കുറേശ്ശെയായി മൈദപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഇതിൽ ആഡ് ചെയ്തു. ഇതിലേക്ക് വിളയിച്ച് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ഇട്ട് ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന സ്പൈസസിന്റെ കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇത് ആഡ് ചെയ്താലാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ ശരിയായി. ഈ പാത്രത്തിലാണ് ഞാൻ കേക്കിന്റെ ബാറ്റർ വെക്കുന്നത്. 30 മിനിറ്റ്സ് കഴിയുമ്പോൾ തുറന്ന് നോക്കണം. 50 മിനിറ്റ്സ് ഒക്കെ ആവുമ്പോൾ നമ്മുടെ കേക്ക് റെഡി ആവും. കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്യാണ്. നമ്മുടെ കേക്ക് പൊന്തി വന്നിട്ടുണ്ട്. അപ്പൊ മുകളിൽ ഇങ്ങനെ കാഷ്നട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെക്കാം. 15 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.